രാഹുൽ ഹണി ഒരു നിയമ നടപടിയിലേക്ക് പോവുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ നിരന്തരമായി അധിക്ഷേപിച്ചു. രാഹുൽ ഈശ്വർ മാപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നതിനോടുള്ള പ്രതികരണം എന്താണ്? ഹണി റോസിനെ ഒരു വരിയിലൂടെയോ ഒരു വാക്കിലൂടെയോ അധിക്ഷേപിക്കുകയോ സെക്ഷലി കളേർഡ് റിമാർക്ക് പറയുകയോ ആഭാസം പറയുകയോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ വിചാരണ കൂടാതെ ജയിലിലിടണം എന്നാണ് എന്റെ അഭിപ്രായം. പണ്ടെന്റെ ചിറ്റമ്മ തൂങ്ങിച്ചത്ത കാര്യം പറയണ മനസ്സിലായി. ഒരു വാക്കോ ഒരു വരിയോ ഒരു അധിക്ഷേപമോ ഹണി റോസിനെതിരെ കാണിക്കുകയാണെങ്കിൽ ഞാൻ മറുവാദം പോലും പറയില്ല, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജഗലുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. രണ്ട്, ഹണി റോസ് വിമർശനത്തിന് അതീതയൊന്നും അല്ലല്ലോ. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? 100% ഞാൻ യോജിക്കുന്നു. ഹണി റോസ് വിമർശനത്തിന് അതീതയല്ല, ബോച്ചയും വിമർശനത്തിന് അതീതനല്ല. ബോച്ചയ്ക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് മാന്യത വേണം. ഇതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ആരും വിമർശനത്തിന് അതീതരല്ല, ആരും വിമർശിക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. അത് അങ്ങനെ പറയരുത്. ഉദാഹരണം, ബോച്ച എനിക്ക് വ്യക്തിപരമായ പരിചയമുള്ള ആളാണ്, പക്ഷേ ബോച്ച ചെയ്തത് തെറ്റാണ്, ബോച്ചെ മാപ്പ് പറയണം എന്ന് ആദ്യം TV ചാനലുകൾ പറഞ്ഞൊരു വ്യക്തിയാണ്. ബോച്ച ചെയ്തതിനെ ആരും ന്യായീകരിച്ചില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടോ. ഹണി റോസിനേക്കാൾ എല്ലാ ദിവസവും ചീത്ത കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അനുഗ്രഹിക്കണം. ആ കേസിനെ നിയമപരമായി നേരിടും, ഞാൻ തന്നെ കോടതിയിൽ വാദിക്കും. ഞാനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട്. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പിന്നെ മാത്രമല്ല, ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ എങ്ങനെയാണ് വോട്ട് ചെയ്തപ്പോ അവരെന്തെങ്കിലും വിഷയത്തിൽ എടുത്ത നിലപാടിനെ നമുക്ക് വിമർശിക്കാം. പക്ഷേ അവരുടെ വസ്ത്രധാരണ രീതി ഇങ്ങനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന ആളുകളുടെ അത്തരത്തിലുള്ള ചിന്തയിലേക്ക് അതിനെ എണ്ണയൊഴിച്ചു കൊടുക്കുന്ന ഒരു അവരുടെ നിലപാടുകളാണ് അവർ പറയുന്നത്. അതൊരു വലിയ സാമൂഹ്യ വിപത്താണ്. ഇത്തരം തിട്ടൂരങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ നമുക്ക് എവിടെ നിന്നാണ് അധികാരം? ഇടുന്നത് പോലത്തെ ഉള്ളൊരു ആ കോളേജിൽ ഇടുന്നത് പോലൊരു വസ്ത്രം താങ്കളുടെയോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ചാനലിൽ ആ വസ്ത്രം ഇട്ടുകൊണ്ട് നിങ്ങൾ ന്യൂസ് വായിക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? കുംഭകോണേ കൃതം പാപം കുംഭകോണേ വിനശ്യതി. കുംഭകോണത്ത് ചെയ്ത പാപം കുംഭകോണത്ത് തന്നെ നാശമടയുന്നു. ാണ് അതിനൊരു ഡെക്കോറം ഉണ്ട്, ഒരു ഡീസൻസി ഉണ്ട്. അതേപോലെ ഇനോഗ്രേഷൻ ഒരു പൊതു ഇടമാണ്. ആ പൊതു ഇടത്തിൽ പോകുന്ന കാര്യം മാന്യതയും വാർത്ത വായിക്കാൻ പോകുന്നതല്ല ഇത്തരം പരിപാടികളുടെ കാര്യങ്ങൾക്ക് പോകുന്നത്. സെലിബ്രിറ്റികളല്ല വാർത്ത വായിക്കുന്നത്. എല്ലാത്തിനും അവനവന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവനവന്റെ ഇച്ഛ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഒരു പ്രശ്നം ഈ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ വസ്ത്രം ഇടുന്നു എന്ന ആ വിഷയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇത്തരം അധിക്ഷേപങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നത്. ആളുകൾ മര്യാദയ്ക്ക് നടന്നാൽ ആരും ഒന്നും നമുക്ക് അതിന് ഒരാളെ ദുഷിക്കാനോ അധിക്ഷേപം പറയാനോ ഒരു റൈറ്റും ഈ രാജ്യത്തില്ലല്ലോ. അവരെന്ത് ചെയ്താലും ഇപ്പോൾ സമൂഹത്തിൽ മൊത്തത്തിൽ തിന്മയേക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അവർക്കെതിരെ വിമർശനം ഉന്നയിക്കാം. പകരം അവർ ഇന്ന വസ്ത്രം ഇട്ടു അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് വിമർശിക്കാനുള്ള അധികാരം നമുക്കില്ലല്ലോ. അത് അധിക്ഷേപ രീതിയിലേക്ക് ഒരാളെ മുച്ചൂടും മുടിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്രയോഗങ്ങളൊക്കെ പോകുന്നത്. അതിന് വളം വെക്കുന്നു രാഹുലിന്റെ നിലപാടെന്നാണ് ഹണി റോസ് ആരോപിക്കുന്നത്. നിന്റെ അമ്മച്ചി കത്തില്ലല്ലോ അല്ലേ? അതിനങ്ങ് കൊന്നു കളഞ്ഞേക്കടാ. മോനെ ഓർത്ത് നാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. മാഡം, ദയവായി നമ്മൾ കണ്ണടച്ചാലേ നമുക്കേ ഇരുട്ടാവും, ബാക്കിയുള്ളവർക്ക് ഇരുട്ടാവില്ല എന്ന് നമ്മൾ മറക്കരുത്. അവിടെ കോളേജ് ആണെങ്കിലും ഞാൻ അമലാപോളിനെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ ഹണി റോസിനെ മാത്രം പറയുന്ന ഉദ്ദേശം പണം പിടിക്കല കേട്ടോടാ പൊന്നു മോനെ. ലക്ഷ്മണ രേഖകളുണ്ട്. എനിക്ക് ഒരു വരി മാത്രം പറയാൻ, ചില ലക്ഷ്മണ രേഖകൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. ആ ലക്ഷ്മണ രേഖകൾ നമ്മൾ ലംഘിക്കരുത്. അത് മാധ്യമ സ്ഥാപനമാണെങ്കിലും കോളേജ് ആണെങ്കിലും ഉദ്ഘാടനമാണെങ്കിലും പൊതുസമൂഹത്തിൽ ധരിക്കേണ്ട കുറെ മാന്യതകളും മര്യാദകളും പരനാറി. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറം നിനക്ക് വേണം. നാട്ടുകാരുടെ പൊടിയിരുന്നോളൂ. ഇവിടെ മുഴുവൻ ഇരുട്ടാണെന്ന് എന്താ വിചാരിച്ചോളൂ. നാട്ടുകാരുടെ ചുറ്റും ലക്ഷ്മണ രേഖ വരയ്ക്കാൻ ഇവിടെ ആരും ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ഇമാതിരി വർത്താനം പറയല്ലേ. ഒരു വരി കൂടി ഹണി ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു വരി കുട്ടിക്കിറങ്ങി രേഖ വരയ്ക്കുന്നത് രാവണനെതിരെയാണ്, സീതക്കെതിരെയല്ല. നമ്മുടെ സ്ത്രീജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ലക്ഷ്മണ രേഖ സീതക്കെതിരെയാണ്. ചോദിച്ചില്ല. സ്ത്രീകൾ പാലിക്കണം എന്നുള്ളതല്ല പറഞ്ഞത്. അല്ലല്ല, ഇവിടെ ആരും ഒരു രാവണനെയും പേടിക്കുന്നില്ല. ഇവിടെ ആരും ഒരു രാവണനെയും പേടിക്കുന്നില്ല. ഇവിടെ ആർക്കും ഒരു ലക്ഷ്മണ രേഖയും ആവശ്യവുമില്ല. ഇവിടെ ആർക്കും അത്തരം ഓവർ കെയറും ആവശ്യമില്ല. അവനവന്റെ വഴിയിൽ സധൈര്യം മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ ഇവിടുത്തെ സ്ത്രീകൾക്കുണ്ട്. ദയവ് ചെയ്ത വരയ്ക്കുന്ന കോലെടുത്ത് രണ്ടായിട്ട് ഒടിച്ച് കയ്യിൽ വെച്ചേക്കണം. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സദസ്സിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.